എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിയും ക്രിസ്പിയുമായിട്ടുള്ള പഴംപൊരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ചെയ്യുന്ന രീതിയിൽ പഴംപൊരി ഉണ്ടാക്കുകയാണെങ്കിൽ സാധാരണ ഉണ്ടാക്കുന്ന പഴംപൊരിയേക്കാൾ കുറച്ചും കൂടെ ഹെൽത്തിയും ടേസ്റ്റിയുമായിരിക്കും. പഴംപൊരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് 5 ഏത്തപ്പഴമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത്യാവശ്യം പഴുത്ത ഏത്തപ്പഴമാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. ഇത് 1 കപ്പ് മൈദ, 1 കപ്പ് കടലമാവ്, 1/2 കപ്പ് പഞ്ചസാര, കുറച്ച് ഉപ്പ്, ഇത്രയും സാധനങ്ങളാണ്. പഴം തൊലിയൊക്കെ കളഞ്ഞ് നീളത്തിൽ 3 ആയിട്ടാണ് മുറിച്ചിരിക്കുന്നത്. ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് പഴം മുറിച്ചെടുക്കാം. എടുത്തു വച്ചിരിക്കുന്ന കൂട്ടുകളെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. പഞ്ചസാര ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. വളരെ കുറച്ച് ഉപ്പും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായി ചെയ്യേണ്ടത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററാണ് ഉണ്ടാക്കുന്നത്. എങ്കിൽ മാത്രമേ ഇത് പഴത്തിൽ നന്നായിട്ട് കോട്ട് ചെയ്ത് കിട്ടുകയുള്ളൂ. കൂട്ടിവിടെ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഴം ഓരോന്നായിട്ട് മുക്കി ചൂടായ എണ്ണയിൽ വറുത്ത് കോരാം. എണ്ണ ഇവിടെ നേരത്തെ തന്നെ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ബാറ്ററിൽ മുക്കിയ പഴം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം പഴംപൊരി ഉണ്ടാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ പഴം വെന്ത് കിട്ടില്ല. തീ കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ പുറം പെട്ടെന്ന് ക്രിസ്പിയായി അകം വേകാതെ വരും. ഒരു സൈഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. മുറിച്ച് വെച്ചിരിക്കുന്ന എല്ലാ പഴവും ഈ ഒരു രീതിയിൽ നമുക്ക് വറുത്തെടുക്കാം. അടുത്ത പ്രാവശ്യം പഴംപൊരി ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഇതുപോലെയൊന്ന് ചെയ്തു നോക്കുക. നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെല്ലൈക്കൺ വരും. അതിലെ ഓൾ എന്ന ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.